മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി വന്നു നിൽപ്പാൻ എനിക്ക് ഈ ദയവ് കാണിച്ച മഹത്വമുള്ള കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു. ഇന്നത്തെ ഈ കാലത്ത് പല കാര്യങ്ങളിലും നാം പലയിടങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ചിലയിടങ്ങളിൽ നാം പോകുമ്പോൾ ഈ റോഡ് പുതുപ്പിക്കുവാനായി അടച്ചിരിക്കുന്നു എന്ന് നാം പലയിടങ്ങളിലും റോഡുകൾ, പാലങ്ങൾ ഇതുപോലെ ഉള്ളവയെല്ലാം അത് പുതുപ്പിക്കുവാനായി അവിടെ അടച്ചിട്ടിരിക്കുന്ന കാര്യങ്ങൾ നാം കാണാറുണ്ട്. പല സ്ഥലങ്ങളിലെ ഈ കെട്ടിടം അഴിച്ചു പണിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് ഓഫീസ് മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് കാണാം. ഏനെന്നാൽ ഇതുപോലത്തെ പല പാലങ്ങളും റോഡുകളും പുതിയതായി വാങ്ങിച്ച വാഹനങ്ങളും പലപ്പോഴും അത് അടുത്ത പണിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നല്ലതായി വളരെയധികം ശ്രദ്ധയോട് പണിത ആ റോഡാണ്. വളരെയധികം വിദഗ്ധരുമായി ചേർന്ന് ഉണ്ടാക്കിയ പാലമാണ്. വളരെ നല്ല മാനുഫാക്ചറിങ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ വാഹനങ്ങളാണ്. എന്നാൽ ഇതുപോലുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയായി ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടോ തെറ്റായി ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ ഇത് ഇന്ന് ഉപയോഗശൂന്യമായിപ്പോയി. പരിപൂർണമായി അതിനെ മാറ്റിപ്പണിതാലേ പറ്റുള്ളൂ. പലപ്പോഴും നാം അറിയുന്നു, പുതിയത് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെയധികം പ്രയാസമുള്ളതാണ് അത് പുനഃക്രമീകരിക്കുക എന്ന് പറയുന്നത്. അതിന് അത്രത്തോളമുള്ള ആ ജോലികളുടെ ഭാരവും അതിൻ്റെ മെറ്റീരിയൽസുകളും പല കാര്യങ്ങളിലും അത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന രീതിയിലാണ്. അതുപോലെ ഇരിക്കുമ്പോൾ തന്നെയും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വസ്തുക്കളായതുകൊണ്ട് അത് നമുക്ക് പുതുക്കി പണിയാം, ആ നിലയിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതം മാറുപെട്ടാൽ, ഈ ജീവിതം ഛിന്ന ഭിന്നമായി പോയാൽ, ഈ ജീവിതം ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല എങ്കിൽ നമുക്ക് പലപ്പോഴും അറിയാം, നല്ല നിലയിൽ ഇവിടെ പഠിച്ചു കൊണ്ടിരുന്ന മക്കളാണ്. അവർ ഇവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കട്ടെ എന്ന് അവിടെ അയച്ചപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഒരു ലഹരി മാഫിയ സംഘത്തോടു കൂടി ചേർന്ന് ഇന്ന് അവനെ ഒന്നിനും കൊള്ളാത്ത നിലയിലായിപ്പോയി എന്ന് വിലപിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്കടുത്തറിയാം. എത്രയോ കാര്യങ്ങൾ ഒരുക്കി, എത്രയോ കാര്യങ്ങളെ നാം പരിപൂർണമായി പല വർഷങ്ങളായി പട്ടപാടുകളെല്ലാം ചേർത്ത് ഉണ്ടാക്കി നല്ല ഒരു ചെറുക്കനാണെന്ന് വിചാരിച്ച് മോളെ അയച്ചതാണ്. ഇന്ന് അത് പരിതാപത്തിൻ്റെ നിലയിലാണ്
എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാം. ഏത് കാര്യവും എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്രത്തോളം കാര്യത്താൽ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്ക് ഈ ജോലി ഉള്ളിടത്തോളം കാലം എൻ്റെ കുടുംബത്തിനെ ഞാൻ ഈ നിലയിൽ തന്നെ കണ്ടെത്തി മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് വളരെ കാര്യമായി പറഞ്ഞുകൊണ്ടിരുന്ന നാളുകളിൽ ഇടയ്ക്ക് ഒരു ദിവസം ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ക്യാൻസറാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് എനിക്ക് മറ്റൊരു ഉറപ്പും തരുവാൻ സാധിക്കുകയില്ല എന്ന്. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നുപോയ മട്ടിലാണ്, എല്ലാ നിലയിലും തീർന്നുപോയ മട്ടിലാണ്. അവരെ പണ്ട് അവിടെ വന്നുകൊണ്ടിരുന്നവർ പോലും ഇനി അവിടെ പോയാൽ ഏതെങ്കിലും സഹായം ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിച്ച് അവർ പോലും മാറി നിൽക്കുന്ന അവസ്ഥയാണ് ആ കുടുംബത്തിന് ഉണ്ടാകുന്നത്. നാം ചിലരുടെ അടുത്ത് ചോദിച്ചാൽ പറയും, പരിപൂർണമായി ഈ ദേശത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും എല്ലാം അടമാനം വച്ചിട്ടാണ് ഈ നല്ലൊരു ബിസിനസ് തുടങ്ങിയത്. ഇവിടെ ഇതുപോലത്തെ ഒരു ബിസിനസ്സും ഇതിൻ്റെ മുമ്പേ വന്നിട്ടില്ല. ഈ ബിസിനസ് വന്നപ്പോൾ ഞങ്ങൾ ഈ ബിസിനസ്സിന് മൂലം അടമാനം വച്ചതെല്ലാം മടക്കിയെടുത്ത് പലവിധമായ പല കാര്യങ്ങൾ ഞങ്ങൾ നേടി. ഇത്രയൊക്കെ ഇരുന്നപ്പോൾ ഇതാ കൊറോണ എന്ന 2 വർഷം മൊത്തത്തിൽ അടച്ചിട്ടപ്പോൾ ആ കടം വീട്ടുവാനോ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാനോ പോലും സാധിക്കാത്ത നിലയിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതം താറുമാറായിരിക്കുന്നു എന്ന് പറയുന്ന പലരെയും നമുക്കറിയാം. ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നാം വീടുകളിൽ വാങ്ങിക്കുന്ന ഒരു സാധനം ഇത് റിപ്പയറായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റവൻ തന്നെ പറയും അത് ഇന്ന സർവീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ സർവീസ് ചെയ്ത് കൊള്ളുക എന്ന്. എന്നാൽ ഇങ്ങനെ ഛിന്ന ഭിന്നമായ ജീവിതത്തെ, ഈ പ്രതിസന്ധികൾക്ക് മത്തിയിലിരിക്കുന്ന ഈ കുടുംബത്തെ, ഇങ്ങനെ ആയിപ്പോയ നമ്മുടെ മക്കളെ ആര് പരിചരിക്കും? ആരാ മാറ്റി അവരെ നിർത്തുന്നത്? ആരാ പഴയ നിലയ്ക്ക് കൊണ്ടുവരുന്നത്? അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. എന്നാൽ ഇത്രത്തോളമുള്ള പ്രതിസന്ധികൾക്ക് മത്തിയിലിരിക്കുന്ന കുടുംബങ്ങളെ, ഇത്രത്തോളം പ്രശ്നങ്ങൾക്ക് മത്തിയിലിരിക്കുന്ന കുടുംബങ്ങളെ നിൻ്റെ കുഞ്ഞിനെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ, നിൻ്റെ മകളുടെ ആ കുടുംബ ജീവിതത്തെ ധന്യമാക്കുവാൻ, നിൻ്റെ ഔദ്യോഗിക ജീവിതത്തെ, അതുപോലെ നിൻ്റെ ബിസിനസ്സിനെ പഴയതിലും മഹത്വവുമായി ചെയ്തു തരുവാൻ ഒരുത്തനിതാ നിങ്ങളെ വിളിക്കുന്ന ആ ഒരുവനെ കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത്. നമുക്കൊന്ന് അദ്ദേഹത്തിനെ കുറിച്ചറിയാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വചനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കണ്ടോ, ഒരുവൻ വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഈ പ്രതികൂലത്തിലേക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് വാ, എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആരാണെന്ന് മനസ്സിലായോ? യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിയാണ്. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് മാറ്റമില്ലാത്ത വചനത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യേശുവിനെ അറിയാത്തവർ ഇന്ന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ തിരുസന്നിധിയിലേക്ക് വാ. അവൻ ഇതൊക്കെയും മാറ്റിത്തരുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ലോകത്തിന് മുഴുവനുമായി ആ രക്ഷിതാവായ യേശു ക്രിസ്തു പരലോകത്തിൽ നിന്ന് ഭൂലോകത്തിലെ മനുഷ്യനായി അവതരിച്ച ഈ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടിയിട്ട്, പാപമില്ലാത്ത പരിശുദ്ധനായ ആ ദൈവം എല്ലാ പാപവും ഏറ്റുവാങ്ങി അവൻ നമുക്കായി കാൽവരി ക്രൂശിലെ ജീവൻ വിട്ട് 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങളെയും എന്നെയും ആശ്വസിപ്പിക്കുവാൻ. ആ ദൈവത്തിൻ്റെ അടുക്കൽ വരുമോ നിങ്ങൾ?
നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇതിങ്ങനെ പ്രതികൂലമായി, ഇന്നെ ഇത് ചെതഞ്ഞു പോയി, ഛിന്ന ഭിന്നമായി പോയി. ഇങ്ങനെയൊക്കെ ആയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ആ റോഡും കെട്ടിടവും വാഹനവും പുനർക്രമീകരണം ചെയ്തു എന്ന് ആണ് നമ്മൾ വായിച്ചത്. എന്നാൽ ഇവൻ്റെ കൂടെ വരുമെങ്കിൽ, ഇവൻ്റെ കൂടെ നിങ്ങൾ നടക്കുമെങ്കിൽ, ഇവനെ മനസ്സിലാക്കിയെങ്കിൽ, ഇവൻ്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങളെ അവൻ പറയുന്നു എങ്ങനെ ആക്കുമെന്ന്. നമുക്ക് ഒന്നും കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വചനം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് ഒക്കെയും മാറി പുതിയ സൃഷ്ടിയാക്കി എന്നാണ്. കർത്താവിൽ വന്നാൽ പുതിയ സൃഷ്ടിയാകും. നിൻ്റെ ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് മാറും. നിൻ്റെ ചിന്ത മാറും, നിൻ്റെ പ്രവൃത്തി മാറും, നിൻ്റെ കൂട്ടുകാർ മാറും, നീ ഇരിക്കുന്ന സ്ഥലവും സ്ഥാനവും എല്ലാം മാറും. നിൻ്റെ ഉയർച്ച തന്നെ ഉയർച്ചയായി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്നലെ വരെ നടന്ന ഈ പ്രതിസന്ധികളെക്കുറിച്ചോ, ഇങ്ങനെ ആയിപ്പോയല്ലോ, എങ്ങനെ ഇരുന്ന ജീവിതം അത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിഷമിക്കേണ്ട. അങ്ങനെ വിഷമിക്കുവാനല്ല, അങ്ങനെ വിഷമിക്കുന്നവരെയും അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും എൻ്റെ അടുത്ത് വരുവിനെന്ന വിളിക്കുന്ന ഒരു മഹത്വമുള്ള ദൈവമുണ്ട്. ആ യേശു ക്രിസ്തുവിനെ ഇന്ന് നിങ്ങൾ സ്വന്തം രക്ഷകരായി ഏറ്റെടുക്കുമോ? അവൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: എൻ്റെ പാപത്തിനായി കൽവാരി ക്രൂശിലെ എൻ്റെ പാപത്തിന് വേണ്ടിയിട്ട് അവൻ തൻ്റെ സ്വന്തം ജീവനെ നൽകി. എൻ്റെ പാപപരിഹാരമാർത്ഥം അവനത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങൾ അവൻ്റെ മക്കളായി എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മഹത്വമുള്ള കർത്താവ് ഇന്ന് നിങ്ങളുടെ ഇടയിലുണ്ട്. ആരെങ്കിലും ഈ ദൈവത്തിനെ അറിയാത്തവരുണ്ടോ? ഈ മഹത്വമുള്ള ദൈവത്തിനെ ഇന്നോളം അറിയാത്തവരുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഈ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാണ്, ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്രിസ്തുവിനെ അറിയാവുന്നവരാണോ എന്ന തെറ്റായ ധാരണയിലാണോ നിങ്ങളിരിക്കുന്നത്? അല്ല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും ക്രിസ്തീയ കുടുംബത്തിൻ്റെ കൂടെ നടന്നാലും ഇതൊന്നും ആകത്തില്ല. നീ തന്നെ നിൻ്റെ രക്ഷകനായി അവനെ ഏറ്റെടുക്കണം. നിൻ്റെ ഹൃദയത്തിലെ അവനെ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളെയും അറിയുന്ന ദൈവം നിന്നെ എല്ലാ കാര്യത്തിലും പുതിയതാക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. നീ ഏത് പ്രതിസന്ധിയിലിരുന്നാലും നിൻ്റെ പഴയതെല്ലാം, പഴയ കാര്യങ്ങൾ ഞാൻ ഇത്രയെല്ലാം ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു, നിൻ്റെ പഴയതെല്ലാം മാറിപ്പോകും. പുതിയതായി നിന്നെ സൃഷ്ടിക്കും. നിൻ്റെ വാക്ക് കേൾക്കുന്നവരും നീ ഇരിക്കുന്ന കുടുംബത്തിലും നിന്നെക്കുറിച്ച് പുതിയതായി തന്നെ അറിയുവാൻ തക്കവണ്ണം അവൻ പുതിയത് അവിടെ ഉണ്ടാക്കും. അതാണ് ഈ യേശുവിൻ്റെ പ്രാധാന്യം. ഈ യേശുവിനെ നിങ്ങൾക്ക് അറിയണ്ടേ? ഈ യേശുവിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമില്ലേ? ഈ യേശുവിൻ്റെ കൂടെ വരുവാൻ താല്പര്യമില്ലേ? ഈ യേശുവിനെ സ്വന്തം രക്ഷകനായി ഏറ്റെടുക്കുവാൻ ഇനിയും താമസിക്കണോ? നിങ്ങൾ ഈ രക്ഷകനെ നിങ്ങളെ വിളിക്കുവാണ്. നിങ്ങൾ പ്രതിസന്ധിയിലിരിക്കുന്നെങ്കിൽ വരൂ, ഞാൻ ആശ്വാസം തരാമെന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഒരു ദൈവം ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ പലപ്പോഴും ഈ ലോകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലർ പറയും, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഏത് കാര്യത്തിനും എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വിളിക്കുന്നവരെ ആ സമയത്ത് ഔട്ട് ഓഫ് റേഞ്ചിലായിരിക്കും. ഒരുപക്ഷെ അവർ ഫോൺ എടുക്കുകയില്ല. എടുത്താലും പറയും, ഇത് ഇപ്പോഴാണോ പറയേണ്ടത്, നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ അത് വേണ്ടത് ചെയ്യാമായിരുന്നില്ലേ എന്ന്. എന്നാൽ ഈ ദൈവം അങ്ങനെയല്ല. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഇസ്രായേൽ ജനങ്ങളെ നടത്തിക്കൊണ്ടുവന്നത് ഈ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ദുഃഖിതരായിരിക്കുന്നവർ ഇനി ദുഃഖിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങളുടെ ദുഃഖം മാറ്റുവാൻ, നിങ്ങളെ അങ്ങേയറ്റം മഹത്വത്തിലേക്ക് നടത്തുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണെങ്കിലും ശരി, നിങ്ങളുടെ മകൻ്റെ പ്രശ്നമാണെങ്കിലും ശരി, നിങ്ങളുടെ ആ ഭർത്താവിൻ്റെ പ്രശ്നമാണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവം, നിങ്ങളെയും എൻ്റെയും ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവം, ആ ദൈവമാണ് പറയുന്നത്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ ആശ്വാസം തരുമെന്ന്. ആ ആശ്വസിക്കുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ഭവനത്തിലെ വന്നിട്ടുണ്ട്. സഖായി മരത്തിലിരുന്ന് ഇറങ്ങുവാൻ പറഞ്ഞപ്പോൾ സഖായിയുടെ വീട്ടിൽ ദൈവം താമസത്തിന് പോയപ്പോൾ ദൈവം പറഞ്ഞ് ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നുവെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഒരുവൻ ഇന്ന് ഈ ക്രിസ്തുവിനെ ഏറ്റെടുക്കുമെങ്കിൽ ആ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ രക്ഷ വരുവാനുള്ള ദിവസം ഇന്നാണ്. ഇത് ദൈവം നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതും ഈ കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ഈ യേശുവിനെ കൈക്കൊണ്ടു മുമ്പോട്ട് പോകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെറുതെ ആയിപ്പോയ നാളുകൾ മാറി ഇനി വരുന്ന ഓരോ ദിവസവും അനുഗ്രഹത്തിൻ്റെ നാളുകളായി മാറും. നാം വിദ്യാഭ്യാസത്തിനായി പോയ നശിച്ച് മടങ്ങി വന്ന ആ മകനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നെങ്കിൽ നാളെ മുതൽ അവൻ്റെ ആ നല്ല നിലയിലുള്ള അവൻ്റെ മാറ്റം കണ്ട് ഈ യേശുവിനെ സ്തുതിക്കുവാൻ സാധിക്കും. നിൻ്റെ മകളുടെ കാര്യത്തിലെ ഉള്ള ആ പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന നീ നാളെ മുതൽ അതിൽ ദൈവത്തിനെ സ്തുതിക്കുന്ന തരത്തിൽ ആ കുടുംബ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇടപെടും. അതുകൊണ്ടാണ് ആ ഉറപ്പോട് പറയുന്ന, നീ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ആ ആശ്വാസം തരുന്ന ദൈവം ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. അത് നാം പലപ്പോഴും മറന്നു പോകുന്നതാണ്. വേദപുസ്തകത്തിലെ ആ ദൈവത്തിൻ്റെ അടുത്ത് വന്നവരൊക്കെയും മഹത്വത്തിൽ ഉയർന്നവരായി നാം കാണുന്നുണ്ട്. പ്രതിസന്ധിയിലായ കാര്യങ്ങളെ നാം അറിയുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ വസ്ത്രത്തൊങ്കലെങ്കിലും തൊട്ടാൽ ഞാൻ സുഖമാകും എന്ന് മനസ്സിലെ വിശ്വസിച്ച് ഉറപ്പിച്ച് ഒരു സ്ത്രീ ആ ഭയങ്കരമായ കൂട്ടത്തിൻ്റെ നടുവിൽ അവൾ പോയി ആ വസ്ത്രത്തൊങ്കലെ തൊട്ടപ്പോൾ അവൾ പരിപൂർണമായി സുഖമായത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ദൈവം അത്രത്തോളം കരുണാമയനായി സമ്പന്നമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ എത്രയോ കുരുടർ കാഴ്ചപ്പെട്ട്, മരിച്ചവൻ ഉയിർത്തെഴുന്ന്, കുറവുള്ളവൻ നിറവായി. അങ്ങനെ ആ ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞു പോയാൽ അത് പറയുവാൻ സാധിക്കാത്ത അത്രത്തോളമുള്ള ആ കാര്യങ്ങൾ ഉള്ള ഈ വേദപുസ്തകത്തിലെ ഈ മാറ്റമില്ലാത്ത വചനവുമായി ഈ വചനത്തിൽ ദൈവം പറയുകയാണ്, എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. ആ ആശ്വാസത്തിൽ നമ്മളെ മാത്രമല്ല, നമ്മുടെ അടുത്തിരിക്കുന്നവർ, അടുത്തറിയാവുന്നവർ ഓരോരുത്തരെയും ചേർത്ത് നാം അവർക്കായും നമ്മളും എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ഈ ക്രിസ്തുവിനെ കൈക്കൊള്ളുമെങ്കിൽ, ഈ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമെങ്കിൽ അവൻ മഹത്വമുള്ള ദൈവമാണ്. അവൻ നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ ദുരിതങ്ങളെ മാറ്റുന്ന ദൈവം. ആ ദൈവം ഇന്ന് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുന്ന ആ ദൈവമാണ്. എൻ്റെ നാമത്തിൽ വിശ്വാസമുള്ളവനായി വരുന്ന ഓരോരുത്തരെയും ഞാൻ എൻ്റെ സ്വന്തം മക്കളായി കണക്കാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നവൻ, അവൻ്റെ മക്കളായി നാം ആകുമ്പോൾ നമുക്കാവശ്യമുള്ളതൊക്കെയും തരുവാൻ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും നാം നടക്കുമ്പോൾ അവൻ്റെ തിരുമുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ പരിപൂർണമായി ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ നടത്തുന്നവനും നയിക്കുന്നവനുമായി ഇരിക്കുന്നത് 100%
ഉറപ്പാണ്. ആ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ന് തന്നെ അത് പരിപൂർണമായി ഏറ്റെടുക്കുക. എത്രത്തോളം നിങ്ങൾ അവനിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമുണ്ട്, ആ ദൈവത്തിനെ ഇന്ന് തന്നെ ഏറ്റെടുക്കുക. നിങ്ങളുടെ പരിപൂർണമായി നിങ്ങളുടെ പഴയ കാര്യങ്ങൾ അവൻ്റെ തിരുമുമ്പിൽ ഏറ്റുപറയുക. ഏറ്റുപറഞ്ഞ് ഇന്ന് മുതൽ പുതിയ സൃഷ്ടിയായി നാം മാറും. നമ്മളെ പുതിയ സൃഷ്ടിയായി മാറ്റുവാൻ അവൻ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ആ മഹത്വമുള്ള ദൈവം നാം മത്തിയിലേ ഇരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ട എന്ന്, ഒന്നിനെക്കുറിച്ചും പ്രതികൂലങ്ങളെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തിലെ, ഈ ലോകത്തിലെ നിങ്ങൾക്കും എനിക്കുമായി പാവമില്ലാത്ത ഒരു ബലിയായി വരുവാൻ ഈ ലോകത്ത് ജനിച്ച ആ ക്രിസ്തു, നമുക്കായി ക്രൂശിൽ മരിച്ച ആ ക്രിസ്തു നമ്മുടെ കാര്യത്തിനായി ഈ ലോക ജീവിതത്തിലെ സുവിശേഷീകരണത്തിൻ്റെ സമയത്ത് നടക്കുമ്പോൾ, ഈ സുവിശേഷവുമായി നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് എല്ലാവരെയും നടത്തിയ, ധന്യതയിൽ നടത്തിയ ആ ദൈവം നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു പരിശുദ്ധ രക്തം ചിന്തപ്പെടണമെന്നതുകൊണ്ട് ഒരു പാപവും ചെയ്യാത്ത ആ ക്രിസ്തു നിങ്ങളുടെയും എൻ്റെയും പാപത്തിനായി, ഈ പരിശുദ്ധനായ ദൈവം എപ്പോഴും ജനത്തോടു കൂടി താമസിക്കുവാനാണ് നമ്മെ ഉണ്ടാക്കിയത്. ഈ പരിശുദ്ധ ദൈവം നമ്മോട് കൂടെ ചേർന്ന് വാഴുവാനാണ് താല്പര്യമെടുക്കുന്നത്. ആ പരിശുദ്ധ ദൈവത്തിൽ നിന്ന് മാറിപ്പോയത് നമുക്ക് ഏതേൻ തോട്ടത്തിലിരുന്ന് ആദാമിൻ്റെ പാപം തൊട്ട് നമ്മളും ദൈവവുമായുള്ള ആ അകൽച്ച വന്ന്, ആ അകൽച്ചയെ മാറ്റി നമ്മളെ ഒന്നിച്ച് ഒപ്പുറവാക്കുവാൻ, ഒരു നിരപ്പാക്കുവാൻ, ആ നിരപ്പിലേക്ക് നിങ്ങളും ഞാനും വരുവാൻ തക്കവണ്ണം ആ നിരപ്പിലേക്കാണ് യേശു ക്രിസ്തു എന്ന ആ ഒരു ദൈവപുത്രൻ നമുക്കായി കാൽവരി ക്രൂശിലെ ജീവൻ വെടിയുവാൻ തന്നെയാണ് വന്നത് തന്നെ. വന്ന ആ ദൈവം നിങ്ങൾക്കായും എനിക്കായും കാൽവരി ക്രൂശിലെ തൻ്റെ സ്വന്തം ജീവൻ കൊടുത്ത് നമ്മെ പാപവിമുക്തമാക്കി. നിങ്ങളും ഞാനും ഇന്നലെ വരെ ചെയ്തിരുന്ന എല്ലാ പാപങ്ങളും മാറുവാൻ അവൻ ആ കൽവറി ക്രൂശിലെ ചിന്തിയ രക്തം നമുക്ക് ഹേതുവായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ യേശു ക്രിസ്തു എൻ്റെ പാപത്തിനായി എനിക്കായി കാൽവരി ക്രൂശിലെ രക്തം ചിന്തി മരിച്ച് 3-ാം ദിവസം ഉയിർത്തെഴുന്ന ഇന്നും ജീവിക്കുന്ന യേശു എന്ന് നീ വിശ്വസിക്കുമെങ്കിൽ ഇനിയുള്ള കാലത്തെല്ലാം നീ അവൻ്റെ മക്കളായിരിക്കുവാൻ അർഹതയുണ്ടെന്ന് വേദം പറയുന്നു. ഈ മാറ്റമില്ലാത്ത വചനം അതേപടി തന്നെ ഒരു നാളും വാക്കുമാറാത്ത ദൈവം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഇതുപോലത്തെ ഉള്ള ഈ നല്ല സന്ദർഭത്തെ വിട്ടുവിടാതെ ഇത് ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ ജീവനുള്ള ദൈവത്തിനെ അറിഞ്ഞ് അവനോട് കൂടെ ചേർന്ന് നടക്കുവാൻ ഈ സാഹചര്യം നമ്മൾ ഉറപ്പാക്കിയാൽ നമ്മുടെയും നമ്മുടെ വരും തലമുറകൾക്കും അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും என்பത് നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തിലും അത് സ്ഥിരപ്പെടുത്തിക്കൊള്ളുക. ഈ ദൈവം നമ്മളെ വിളിക്കുന്നവനാണ്. നമ്മളെ വിളിക്കുന്നവനെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചത് വെറുമനെ വിടാനല്ല, നമ്മളെ ഉയർത്തുവാനാണ്, നമ്മളെ അനുഗ്രഹിക്കുവാനാണ്. ഈ ദൈവത്തിൻ്റെ കൂടെ പോയവർ, ഈ ദൈവത്തിനെ വിശ്വസിച്ചവർ, ഈ ദൈവത്തിനായി ഒരു മിനിറ്റെങ്കിലും ചെലവാക്കിയവർ ഒരു നാളും
ഒരു ഇടത്തും ലജ്ജിച്ചു പോയിട്ടില്ല. ആ ദൈവമാണ് നിങ്ങളെ ഇന്ന് മാടി വിളിക്കുന്ന, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാട് മനസ്സിൽ കൊണ്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ഡോക്ടർമാർ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഇനി ഇത്ര കാലമെന്ന് നിനക്ക് ദിവസം കുറിച്ച കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, ഒന്നിനെക്കുറിച്ചും വിഷമിക്കണ്ട. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ തഹപ്പനെ, ഈ സാഹചര്യങ്ങളെയെല്ലാം മാറ്റുവാൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥ, ഞങ്ങളുടെ പാപത്തിനായി, പാപമില്ലാത്ത നിൻ്റെ മഹത്വത്തിൽ നിന്ന് ഈ പുത്രൻ ഞങ്ങൾക്കായി കാൽവറി ക്രൂശിലെ മരിച്ചത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ആ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഞങ്ങളും ജീവിക്കുവാൻ എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിലും, ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും, ഇതിലിരുന്നൊക്കെയും മാറ്റുവാൻ ശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിൻ്റെ മഹത്വം ഉയർത്തി ഞങ്ങൾ പിടിക്കുമ്പോൾ ഈ പ്രതിസന്ധികളെല്ലാം ഒന്നുമില്ലാതായി തീരുന്നത് ഞങ്ങൾ ഉണരുന്നു എന്ന് ഉറപ്പിക്കുന്നു. കർത്താവെ, സ്തുതിയും ഘനവും മഹത്വവും രാജ അങ്ങേക്കർപ്പിക്കുന്ന യേശുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ഒരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെയിലും പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും അവൻ്റെ കരുണയിൽ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.